ഈ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കാലത്ത് ദീദിയുടെ വലം കൈയായിട്ട് നിന്ന ആളാണ് ശിശിർ അധികാരി എന്ന് പറഞ്ഞ ആ ഒരു കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം പിന്നീട് കേന്ദ്രത്തിൽ എന്തോ സഹമന്ത്രിയൊക്കെ. ആ പുള്ളിയുടെ മകനാണ് ഇപ്പോഴത്തെ സുവേന്ദു അധികാരി. സുവേന്ദു അധികാരി തന്നെ മമതാ ബാനർജിയുടെ ഒരു വളർത്തുമകനെ പോലെ. പിന്നെ മറ്റേ ചെറുക്കം വന്നപ്പോഴാണ് ഇവനെ മമത തഴഞ്ഞത്. സുവേന്ദു അധികാരിയുടെ പേരിൽ ചില അഴിമതി കേസുകളൊക്കെ ഉണ്ടായി. അപ്പോൾ മമതാ ബാനർജി പുള്ളിയെ അവഗണിച്ചു. അതിൽ പ്രകോപിതനായി സുവേന്ദു അധികാരി BJPയിൽ ചേർന്നു. അങ്ങനെയാണ് സുവേന്ദു അധികാരിയുടെ ഉയർച്ചയും വളർച്ചയും ഉണ്ടായത്. സുവേന്ദു അധികാരിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇക്കഴിഞ്ഞാലല്ല അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ചത്. പിന്നെ മമതാ ബാനർജി ഭവാനിപ്പൂരിൽ പോയി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ അങ്ങനെ രണ്ട് വിധത്തിൽ ഈ ഭസ്മാസുരന് വരം കൊടുത്ത് മമതാ ബാനർജിയാണ്. അതിൻ്റെ പരിണത ഫലമാണ് ഇവരിപ്പോൾ അനുഭവിക്കുന്നത്. ഇതിൻ്റെ ഗുണപാഠമെന്ന് വെച്ചാൽ ഈ അനർഹരായ ആളുകൾക്ക് വരം കൊടുക്കരുത്, അവർക്ക് സഹായം ചെയ്യരുത്. ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തിരിഞ്ഞ് കടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും സുവേന്ദു അധികാരി 5 കൊല്ലം തികച്ച് ഭരിക്കട്ടെ. മമതാ ബാനർജി പ്രതിപക്ഷത്തും ഇരിക്കാൻ പറ്റില്ല, കാരണം അവർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അതുകൊണ്ട് അവർ വീട്ടിലിരുന്ന് വീട് ഭരിക്കട്ടെ. അഭിഷേക് ബാനർജി ജയിലിൽ പോകാതിരിക്കുമോ എന്താ വെച്ച് ചെയ്യട്ടെ.